ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുപോലെ തന്നെ ചേട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ജോലിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു മാമനുമായിട്ടാണ് ജോലിക്ക് പോകുന്നത്. അപ്പോൾ ചായ കുടിച്ചുകൊണ്ട് നിന്ന സമയത്താണ് ആ മാമൻ വന്ന് വിളിച്ചത്. അതുകൊണ്ട് തന്നെ ചായ ഫുള്ളായിട്ട് കുടിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഞാനും ഇപ്പോൾ രാവിലെ ചായ കുടിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ ചായ അങ്ങെടുത്ത് കളയുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ എബി ഇല്ല, എന്നില്ലെങ്കിൽ എബിക്ക് അതിനും കൊടുക്കായിരുന്നു. പക്ഷേ ഞാൻ കുടിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ എടുത്തതങ്ങ് കളഞ്ഞു. പിന്നീട് എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ദോശയ്ക്കുള്ള അരിയൊക്കെ ഇട്ടതിന് ശേഷം വെള്ളവും തിളപ്പിക്കാനിട്ട് അത് നേരത്തെ ഞാൻ പട്ടയും ജീരകമൊക്കെ എടുത്ത് നേരത്തെ വെക്കും കേട്ടോ. വെച്ചതിന് ശേഷമാണ് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ തിളപ്പിക്കാൻ വെക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചതിന് ശേഷം ഇത് വെക്കാമെന്ന് വിചാരിച്ചു, സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ 2 ദിവസത്തേക്ക് കണക്കാക്കിയാണ് വെക്കുന്നത്. ഇന്നും ഉപയോഗിക്കാം, നാളെ രാവിലെ കാപ്പിക്ക് എടുക്കാം. ആ ഒരു രീതിയിലാണ് സാമ്പാർ വെക്കുന്നത്. സത്യം പറയുന്നത് 2 പേർക്ക് മാത്രമായിട്ട് വേവിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ദുഷ്കരമായ കാര്യമാണ് കേട്ടോ. എന്തെന്ന് വെച്ചാൽ അഥവാ അധികം വന്നാൽ തന്നെ അത് നമ്മൾ തന്നെ എടുക്കേണ്ടിയും വരും. അത് വേറെ ആരും ഷെയർ ചെയ്ത് കഴിക്കാനും ഇല്ല. പിന്നെ കുറച്ച് മാത്രം വെക്കുമ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ, അത് ഇങ്ങനെ വെക്കുന്നത് പോലും. എന്നാലും കുഴപ്പമില്ല, എന്തായാലും നമ്മൾ 2 പേര് മാത്രമേ ഉള്ളൂ, അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇതാ വെച്ചു. പിന്നെ മീനും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 2 ദിവസം മുന്നേ പോയപ്പോൾ വാങ്ങിയ മീൻ അധികം എക്സ്ട്രാ ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. അതും നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കറക്റ്റ് 8:30 മണിയായതും ഞാൻ വെള്ളം കുടിച്ചു. കാരണം എങ്കിലേ 9 മണിക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം കുടിച്ചതിന് ശേഷം വീട് മൊത്തത്തിലൊന്ന് തൂക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ തൂത്ത് എല്ലാം വൃത്തിയാക്കാനുള്ള പുറപ്പാടിലാണ്. മുറ്റത്തൊന്നും ഇപ്പോൾ വലിയ ചവറൊന്നും ഇല്ല കേട്ടോ. പാവ എബി ഉണ്ടാകുന്ന സമയത്ത് ഇത്തിരി ചവറും കൂടുതലായിട്ട് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇല കൊഴിയുന്നൊരു ടൈമും കൂടെ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇത്തിരി ചവറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വലിയ പ്രശ്നമില്ല കേട്ടോ. പിന്നെ ദൈവം എനിക്ക് കാല് വയ്യാത്തത് കൊണ്ട് അത് അറിഞ്ഞ് ചെറിയ ചവറാക്കിയതാണോ എന്നും അറിയില്ല. എന്തായാലും കുറച്ച് ചവറൊക്കെ ഉണ്ടായിരുന്നു. ചവറെന്ന് വെച്ചാൽ ഇലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ അങ്ങനെ വലുതായിട്ടൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതെല്ലാം തൂത്ത് നമുക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ കഴിക്കുമ്പോൾ നല്ല തെളിച്ചമുണ്ട്, നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ ഇപ്പോൾ ചില സമയത്ത് ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ ഫുൾ മഴയായിരിക്കും എന്നറിയാം. എങ്കിലും ഇപ്പോഴേ ഓരോന്നിനും കരുതൽ വേണം. പെട്ടെന്ന് തന്നെ പല്ലും തേച്ചതിന് ശേഷം രാവിലത്തെ ഇത് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. അത് 3 മുട്ടയും പാലുമാണ് കേട്ടോ. ഫുള്ള് കഴിച്ചു. ആദ്യത്തെ 1-2 ദിവസമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരേ ഫുഡ് തന്നെ ഡെയിലി ഇങ്ങനെ കഴിച്ച് പോകുന്നുണ്ടല്ലോ, രാവിലെ തന്നെ ഒരു മാറ്റവും ഇല്ലല്ലോ രാവിലത്തെ ഒരു ഫുഡിന്. അപ്പോൾ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി 1-2 ദിവസം. ഇപ്പോൾ ഒരുപോലെ ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അപ്പോൾ ഉച്ചത്തതും രാത്രിയിലെത്തതും ഇടയ്ക്കിടയ്ക്ക് മാറ്റി പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും 3 മുട്ടയും 1 ഗ്ലാസ് പാലും കുടിക്കണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അത് തന്നെ ഫോളോ ചെയ്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും അശ്വിനിയായിട്ട് ഇതാ വെങ്ങാനൂർ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കും അവൾക്കും പച്ചക്കറിയും മീനും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു. പിന്നെ അവൾക്കൊരു ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി കൊടുക്കാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ ഞാൻ നോക്കി നമ്മുടെ ജെൻഡർ വരുമോ നോക്കി കേട്ടോ ഈ ടിക്കറ്റിനകത്ത്. അപ്പോൾ ഇതിനകത്തില്ല കേട്ടോ, ഞങ്ങളുടെ ഈ ഒരു ഭാഗത്തുള്ള ടിക്കറ്റിനകത്തൊന്നും ജെൻഡർ അറിയിക്കുന്നതായിട്ടുള്ള ഒന്നുമില്ല. അപ്പോൾ ഞാൻ അവിടെ തന്നെ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന സമയത്ത് അവൾ പോയി ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി കൊടുത്തിട്ട് വന്നു. പിന്നെ ഞങ്ങൾ നേരെ തന്നെ തൊട്ടടുത്തുള്ള ഹൈപ്പർ മാർക്കറ്റിലോട്ടൊന്ന് കയറി കേട്ടോ. അവൾക്കും എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെന്ന്. പിന്നെ നമ്മൾ തൈരിന് വരെ കഴിക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറി. ഞാനും അവളും വാങ്ങി കേട്ടോ. ഞാൻ എൻ്റെ നല്ല ഏതോ ഒരു ഫ്ലേവറാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവൾ ആപ്പിളിൻ്റെ എണ്ണ എടുത്തത് കേട്ടോ. അവൾക്കത് വലിയ പിടുത്തം ഇല്ലായിരുന്നു, അങ്ങനെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ ഓരോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. മീനൊക്കെ ഞങ്ങൾ വാങ്ങി കേട്ടോ. മീനും പച്ചക്കറിയും ഫ്രൂട്ട്സ് പിന്നെ മധുരക്കിഴങ്ങ് കുറേ സാധനങ്ങൾ വാങ്ങി. ഒരു ഓട്ടോയിലാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ഓട്ടോ നിറയെ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ തീരെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവൾക്കൊരു ടോപ്പ് അടിച്ചത് അപ്പോഴും തന്നെ വേണം എന്നുള്ളൊരു ടോപ്പ് ഉണ്ടായിരുന്നു. അത് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് നേരം വരെ അവരെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് എടുത്തിട്ട് ഇറങ്ങിയത്. അങ്ങനെയൊക്കെ കുറേ നേരം വരെയും വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ, ഇല്ലെന്നൊന്നും പറയുന്നില്ല. നിന്നതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. വീട്ടിലോട്ട് വന്നതിന് ശേഷം മുറ്റത്ത് തന്നെ വെച്ചിട്ട് കുറച്ച് സാധനങ്ങൾ എൻ്റെ ബാഗിലും കുറച്ച് സാധനങ്ങൾ അവളുടെ ബാഗിലും ഒക്കെ ആയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മാറ്റിയൊക്കെ എടുത്തതിന് ശേഷം ഞാൻ പിന്നെ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് അകത്തോട്ട് കൊണ്ടുവച്ചു.
അകത്ത് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ നേരെ കുറച്ച് നേരം ഒന്ന് പോയി കിടന്നു. എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുത്തു കേട്ടോ. തലവേദന എടുത്തുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് പോയി കിടന്നിട്ട് പിന്നെ ബാക്കി കൊണ്ടുവന്ന പച്ചക്കറികളും സാധനങ്ങളും എല്ലാം ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറേ നാളായി ചീരയൊക്കെ വാങ്ങി കഴിച്ചിട്ട്, അങ്ങനെ ചീരയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്ന് തന്നെ ആ വേരൊക്കെ വരുന്ന സാധനം ആ ഒരു ഭാഗത്തുനിന്ന് എടുത്ത് നന്നായിട്ട് ഒന്നെടുത്ത് അത് മറ്റേ എൻ്റെ പച്ച ചീരയുടെ കൂടെ കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അതൊന്നും ചീര എടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ മുമ്പ് ഇതുപോലെ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ തന്നെയായിരുന്നു അതും ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിലതൊക്കെ അങ്ങ് അഴുകിപ്പോയി. എന്തായാലും ഇതൊന്ന് ശരിയാക്കി എടുക്കണം നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 100 രൂപയ്ക്കാണ് പച്ചക്കറി വാങ്ങിയത് കേട്ടോ. നല്ല ലാഭത്തിനുണ്ടായിരുന്നു. പിന്നെ ചിലതൊന്നും ഒട്ടും ഇല്ലാത്ത രീതിയിലും ഉണ്ടായിരുന്നു കേട്ടോ. പടവലങ്ങയൊക്കെ ചെറുത് 2 പീസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വെണ്ടയ്ക്ക, വലിയ തരത്തിലുള്ള വെള്ളരിക്ക ഒക്കെ അതൊക്കെ നല്ല രീതിയിൽ നല്ല ലാഭത്തിന് കിട്ടി കേട്ടോ. എന്തായാലും നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ലാഭത്തിന് തന്നെയാണ് കേട്ടോ വെങ്ങാനൂരിൽ കിട്ടിയത്. അവിടെ തന്നെ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്ന മധുരക്കിഴങ്ങ് വാങ്ങിയത് കേട്ടോ. കാരണം അത് അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വലിയ ലോറിയിലൊക്കെ ആയിട്ട് കൊണ്ടുവന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് അതും കൂടെ വാങ്ങിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. എന്തോ ഞാൻ നല്ല ഫ്രിഡ്ജിൽ നല്ല ഓർഗനൈസ് ചെയ്താണ് വെച്ചത്. അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസമായിട്ടും ഇതിപ്പം ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സാധനങ്ങൾ വാങ്ങിയിട്ട് പോലും. എന്നിട്ട് പോലും പച്ചക്കറികളെല്ലാം നല്ല രീതിയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഒരു കേടോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോയിലാണ് ഇത് വീഡിയോ എടുക്കുന്നത്. വേറൊരു ഫോണിൽ വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും വീഡിയോസൊക്കെ കണ്ടിരിക്കും കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിയത് കേട്ടോ. എനിക്ക് എന്തായാലും നല്ല ലാഭത്തിന് തന്നെ എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് തന്നെ ദോശ ചൂടാമെന്ന് വിചാരിച്ചു, ചൂടോടെ കഴിക്കാനായിട്ടേ. കാരണം പച്ച ഇതൊക്കെയാണല്ലോ, പയറുവർഗ്ഗങ്ങളൊക്കെയാണ്, ചിലപ്പോൾ ഒരു ചുവ കാണും. അതുകൊണ്ട് തന്നെ ചൂടോടെ കഴിക്കാമെന്ന് വിചാരിച്ചു. നെയ്യിലാണ് ഞാൻ ചെയ്തത് കേട്ടോ. 2-3 ദിവസം ബട്ടറിലും പിന്നെ നെയ്യിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചൊക്കെയാണ് ഞാൻ ദോശ ചുട്ടത് കേട്ടോ. ദോശ ചുടുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ദോശ. അതുപോലെ തന്നെ കാരണം ഞാൻ ഇപ്പോൾ ചന്തയിൽ പോയ സമയത്ത് ചക്ക വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് സത്യം പറഞ്ഞാൽ ചക്ക കിട്ടാറുമില്ല. ഉള്ള വീടുകളാണെങ്കിൽ തരത്തുമില്ല കേട്ടോ. നമ്മളെ വീട്ടിൽ ഒരു മരങ്ങളും ഇല്ല. കാരണം അങ്ങനെ മരം വെക്കാനുള്ള സ്ഥലവും ഇല്ല. എൻ്റെ വെളിയൊരു വീട്ടിലുണ്ട്, പക്ഷേ അവിടെ ഇങ്ങനത്തെ മരങ്ങളൊന്നും വെച്ചിട്ടുമില്ല. പക്ഷേ അവിടെ അടുത്തടുത്തൊക്കെ എല്ലാ വീട്ടുകളും ചക്കയൊക്കെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇവിടെ ഒന്നുമില്ല താനും, അന്നാ ഉണ്ടെങ്കിൽ ആരും തരത്തുമില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ചക്കയൊക്കെ കൂട്ടി ഞാൻ കഴിച്ചു. പിന്നെ ഞാൻ വൈകുന്നേരത്ത് കഴിച്ചതാണ് കേട്ടോ ചായയും നട്ട്സും. ഞാൻ കഴിച്ചതിന് ശേഷം പോയി കിടന്നൊന്ന് ഉറങ്ങി കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് കടയിൽ പോയിട്ട് വന്നതിൻ്റെ, ചന്തയിലൊക്കെ പോയിട്ട് വന്നതിൻ്റെ തലവേദനയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഫുഡും കഴിച്ചിട്ട് പോയി കിടന്നൊന്ന് ഉറങ്ങി കേട്ടോ. പിന്നെ വൈകുന്നേരത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടായി, ഞാൻ എടുക്കാൻ മറന്നുപോയതാണ്. വൈകുന്നേരം മധുരക്കിഴങ്ങ് കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. പിന്നെ വീട്ടിലോട്ട് വിളിച്ചു. ആ സമയത്ത് മിക്കു എന്തോ പറഞ്ഞ് വാശി പിടിച്ച് കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടനെ കണ്ടപ്പോഴത്തേക്കും ഇത് അങ്ങ് മാറി പോയതാണ്. കാണിക്കണ്ട ചേട്ടൻ എന്തോ പറഞ്ഞ് കളിയാക്കിയത് കൊണ്ട് അങ്ങനെയൊക്കെ കാണിച്ചതാണ് കേട്ടോ. പക്ഷെ അല്ലാതെ വിളിക്കുമ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഭയങ്കരമായിട്ട് വന്നിരുന്ന് കളിക്കും കേട്ടോ. ചേട്ടനെ കാണിക്കാതെ ചേട്ടൻ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കേട്ടോ. അപ്പോഴും ഭയങ്കരമായിട്ട് ചിരിയായിരുന്നു. പിന്നെ മിലു ഉണ്ടായിരുന്നു കേട്ടോ. മിലു അടുത്ത് കിടപ്പുണ്ടായിരുന്നു. പക്ഷേ അത് മിക്കു എന്തായാലും മിലുവിനെ അങ്ങനെ ഉപദ്രവിക്കുക അടിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഭയങ്കര സ്നേഹമാണ് അവളെടുത്ത്, ഭയങ്കര സ്നേഹവും കാര്യമൊക്കെയാണ് മിക്കുവിന്. അങ്ങനെ കുറേ നേരം വരെ അവരുടെ കളിയും ചിരിയൊക്കെ കണ്ടു. പിന്നെ എൽസയും ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ വിളിക്കുമ്പോൾ ഞാനിപ്പോൾ കാവ്യയെടുത്ത് പറയും, നിൻ്റെ കയ്യിൽ വെച്ചിട്ട് വേണം ഫോണിൽ സംസാരിക്കുക, അവളുടെ കയ്യിൽ കൊടുക്കരുത്. കാരണം അവളെ കയ്യിൽ കൊടുത്താൽ അവളത് കൊണ്ടങ്ങ് നടക്കും. അവൾക്കൊന്നും അറിയില്ലല്ലോ. എപ്പോഴും അവളെ തലയൊക്കെ ആയിരിക്കും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണം. അവളെ മുഖം പോലും നേരെ ചൊവ്വ ഒന്ന് കാണിക്കത്തോ പോലും ഇല്ല കേട്ടോ. അവൾക്കറിയില്ല, അതാണ് സംഭവം. അതുകൊണ്ട് തന്നെ ഞാൻ കാവ്യയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി അങ്ങനെയൊന്നും അവളുടെ കയ്യിൽ ഫോൺ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രാത്രിയായപ്പോൾ സിനിമ കാണാൻ പോയി കേട്ടോ. അടിപൊളി സിനിമയായിരുന്നു. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എന്തെന്ന് പറയാൻ, കുറേ നാൾക്ക് ഈ വാഴ 2 അതിനേക്കാളും ഭയങ്കര വമ്പം കോമഡി ആയിട്ടുള്ളൊരു സിനിമയ്ക്കാണ് ഞങ്ങൾ കാണാൻ പോയത്. ഇത് തുടക്കം മുതൽ ഒടുക്കം വരെയും തീരുന്നത് വരെയും അതിൽ കോമഡി തന്നെയായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചേട്ടന് തീരെ താല്പര്യമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഇന്ന് വരാനായിട്ട്. കാരണം ജോലിക്കൊക്കെ പോയിട്ട് ചേട്ടൻ ഒട്ടും വൈകിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വരാൻ ഇച്ചിരി മടിയൊക്കെ ആയിരുന്നു. എങ്കിലും കുഴപ്പമില്ല, വന്നു. ചേട്ടൻ പോലും ഭയങ്കര ചിരി. കാരണം സാധാരണ എന്തെങ്കിലും കോമഡി സിനിമ കണ്ടാൽ പോലും ചെറുതായിട്ടൊന്ന് ചിരിച്ചിരിക്കുന്ന ആൾ പോലും ഇന്ന് ഭയങ്കര ചിരിയൊക്കെ കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സിനിമ കണ്ടിട്ട്. എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി കേട്ടോ.
ലാസ്റ്റ് ക്ലൈമാക്സിൽ അടിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അതുൻ്റെ എക്സ്പ്രഷൻ ഒന്ന് കാണണമായിരുന്നു. അവനും ഇതുപോലെ ഈ അടി ഒക്കെ ആയ സമയത്ത് അവനും ഇങ്ങനെ അടിക്കണം എന്നൊരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ തൊട്ട് ഫ്രണ്ടിലാണല്ലോ ഇത് നടക്കുന്നത്. നമുക്ക് ഭയങ്കര ഒരു രോമാഞ്ചമായിരുന്നു കേട്ടോ ഈ സിനിമയിൽ. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെയായിരുന്നു. അവസാനത്തെ ക്ലൈമാക്സിൽ ഓരോ സീന് വരുമ്പോഴും ഒരു രോമാഞ്ചം അങ്ങനെയായിരുന്നു കേട്ടോ. അത്രയ്ക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഇടയ്ക്ക് കാണാൻ പോയാലും എനിക്ക് വാഴ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമ കൂടെയായിരുന്നു കേട്ടോ ഇത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഒരു കോളേജിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വരുന്നൊരു സിനിമ കൂടെയാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ. അതും തിയേറ്ററിൽ പോയി കാണുന്ന പറയുമ്പോൾ തന്നെ അത് വേറൊരു പ്രത്യേകത കൂടെയാണ് കേട്ടോ. ഒരുപാട് പേരുണ്ടല്ലോ ആ സമയത്ത് നമ്മളെ കൂടെ ചിരിക്കാനായിരുന്നാലും സന്തോഷിക്കാനായിരുന്നാലും അത് കാണുമ്പോൾ അതും വേറെ വലിയൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ സിനിമയെല്ലാം കണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. നല്ല സിനിമയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എണീക്കാൻ പോലും തോന്നിയില്ല അത് കണ്ടിട്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സിനിമ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നേരെ വീട്ടിലോട്ട് പോന്നു. നേരെ സ്നേഹയുടെ വീട്ടിലോട്ട് കയറി. അവിടുത്തെ പണി 2 ദിവസമായി ഞാൻ ഒന്ന് പോയി കണ്ടിട്ട് അങ്ങനെ അവിടെയൊക്കെ പോയി കണ്ടതിന് ശേഷം നേരെ ഇങ്ങ് വീട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ. വേറെ പ്രത്യേകിച്ച് അങ്ങനെ വിശേഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്ന് സിനിമ കാണാൻ പോയി, അത് തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ പ്രത്യേകിച്ചുള്ളൊരു വിശേഷം. പിന്നെ വാഴ 2ൻ്റെ പോസ്റ്റർ ഇപ്പോഴും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് എന്നെ അതൊക്കെ വിളിച്ച് കാണിച്ചു തന്നു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ആൻഡ് ടേക്ക് കെയർ.